നമ്മുടെ നാട് കണ്ട അതിക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു പെരിയ ഇരട്ട കൊലപാതകം. 2 പൊന്നോമനകളായിട്ടുള്ള കുട്ടികളെയാണ് CPM കിരാതന്മാർ അരിഞ്ഞു വീഴ്ത്തിയത്. ഈ നിയമയുദ്ധത്തിൽ ആദ്യം മുതലേ അവർ പറയാം ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. ഇപ്പൊ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഏരിയ സെക്രട്ടറി, മുൻ MLA അടക്കമുള്ള പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളെയാണ്. എന്നിട്ട് പാർട്ടി പറയുന്നുണ്ട് ഞങ്ങൾ അപ്പീലിന് പോകുന്നു. ഞാൻ ഇടതുപക്ഷ മുന്നണി കൺവീനറുടെ പ്രസ്താവന കണ്ടു, അതുപോലെ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയും കണ്ടു. പാർട്ടി അപ്പീല് പോകും. പിന്നെ ഇവർ ഏത് ലോകത്തുനിന്ന് ജനിച്ചു വന്നവരാണ് ഈ പറയുന്ന ആളുകളൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, പാർട്ടി അപ്പീല് പോകും. ഇത്രയും മൃഗീയമായൊരു പാർട്ടിക്ക് പെരുമാറാൻ പറ്റുമെന്ന് CPM മാത്രമേ അത് കഴിയുള്ളൂ. അവർക്ക് മാത്രമേ അങ്ങനെ തെളിയിക്കാൻ കഴിയുള്ളൂ. ഇത്രയും മൃഗീയമായി പെരുമാറാൻ കഴിയും തെളിയിക്കാൻ കഴിയുന്ന ഏക പാർട്ടിയാണ്. കാരണം ഇത് പകൽ വെളിച്ചമ്പോൾ സത്യമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അന്ന് മുതൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അതിന് എല്ലാ അടവുകളും പയറ്റ്, ആ പ്രതികൾക്ക് വേണ്ടി എല്ലാ എന്തിന് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ അധമ പ്രവൃത്തികളും ചെയ്ത് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ പരമോന്നത നീതിന്യായത്തിന്റെ വഴിയിൽ കോടതിയിലാണ് ശിക്ഷ വിധിച്ചത്. ആ ശിക്ഷയെ അംഗീകരിക്കാൻ ഇവർക്ക് തയ്യാറാവുന്നില്ല. മാന്യതയുണ്ടെങ്കിൽ പാർട്ടി ഈ നടത്തിയ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയല്ലേ വേണ്ടത്? പിന്നെ അവരെ ഏറ്റെടുത്തില്ലെങ്കിലും ജനം ഇപ്പൊ അറിയാലോ, ജനത്തിനറിയാലോ. CPM ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവോ? ഇത് ക്രിമിനൽ പാർട്ടിയല്ലേ, അപ്പൊ അതിലൊരു കാര്യമില്ല. അതെ, അതിനകത്ത് കുറച്ചുപേര് പിന്നെ വിട്ടയച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ആ കാര്യങ്ങളെക്കുറിച്ച് നിയമപരമായ പരിശോധന പാർട്ടിയും നടത്തും. എന്തായാലും ഈ സുരേന്ദ്രൻ നെറ്റിന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് അടക്കം പല പ്രതികളെയും സഹായിക്കായിരുന്നു. ബാലിശമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും കാര്യമില്ല. ആരാണ് ഈ കേസ് ഫൈറ്റ് ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാം. ഈ സ്മാരക വിവാദത്തിൽ ഇപ്പോൾ കുടുംബത്തിനോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പിന്നീട് ഒരു സ്ഥലം പരിഗണിക്കാമെന്നുള്ളതാണ്. അതല്ല, ഞാൻ ഇന്നിപ്പം ഇന്ന് വളരെ മനസ്സിന് ഞാൻ ധരിച്ച നിങ്ങൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതായിരിക്കുന്നത്. ഏറ്റവും വേദനയുള്ള മനസ്സുമായിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. മൻമോഹൻ സിംഗിനെ പോലെ 10 കൊല്ലം പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ, അതും രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റത്തക്കവണ്ണമുള്ള സാമ്പത്തിക വിപ്ലവ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ലോകമെമ്പാടുമുള്ള രാജ്യ ഭരണകർത്താക്കള് അനുശോചന സന്ദേശത്തിലൂടെ അവരുടെ വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചിട്ടുള്ള അത്ര വ്യക്തിത്വമുള്ള ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ അന്തിമ ചടങ്ങുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടത്തുകയല്ലായിരുന്നു വേണ്ടത്. ആ കുടുംബം ആഗ്രഹിച്ചു, പാർട്ടി ആഗ്രഹിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ ഇന്നലെ പ്രധാനമന്ത്രിയെ രാവിലെ വിളിച്ചു, ആഭ്യന്തരമന്ത്രി അതിനുശേഷം വിളിച്ചു. അതിനുശേഷം വൈകുന്നേരം വീണ്ടും കത്തെഴുതി ഒഫീഷ്യലായിട്ട്. എന്നിട്ട് മൻമോഹൻ സിംഗിന്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന് ഒത്ത ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താനുള്ള അനുവാദം അവർ തന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊക്കെ ക്രൂരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സ്ഥലം കണ്ടെത്താനും ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനൊക്കെ ഒരു കാലതാമസം വരും. അതുകൊണ്ടാണ് നിഗംബോസ്കഡ് സംസ്കാരത്തിനായി അനുവദിച്ചത്. അങ്ങനെയല്ലല്ലോ, അതങ്ങനെയല്ലോ ചെയ്യുന്നത്. സ്ഥലം ആദ്യം കണ്ടെത്തിയിട്ട് ഫ്യൂണറൽ ചടങ്ങ് നടത്തുക. സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ വിചാരിച്ച, മിഞ്ഞാന്ന് മരണം നടന്നതല്ലേ, 3 ദിവസമായില്ലേ. ഈ ഭാരത സർക്കാർ വിചാരിച്ചാൽ ഈ രാജ്യത്ത് സ്ഥലം കണ്ടെത്താനാണോ പ്രശ്നം? അടൽ ബിഹാരി വാജ്പേയിക്ക് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അവര്. അത് കുഴപ്പമില്ല. പ്രധാനമന്ത്രി തന്നെയാണ്, മുൻ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം 5 കൊല്ലത്തിലധികം പ്രധാനമന്ത്രിയാണ്. 10 വർഷത്തിലധികം പ്രധാനമന്ത്രിയായി നിന്ന ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈകി എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ നിരുത്തരവാദപരമായ നിലപാട്, ദുഃഖകരമായ നിലപാട്. അവർ വിചാരിച്ച സ്ഥലം കണ്ടെത്താൻ സ്വാഭാവികമായിട്ടും സ്മാരകം എവിടെയാണ് നമ്മൾ പണിയാൻ? സംസ്കരിക്കുന്ന സ്ഥലത്തല്ലേ സ്മാരകം പണിയുക, അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ സ്മാരകം പണി? ഇനിയിപ്പം മൻമോഹൻ സിംഗ് ഇവിടെ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇവിടെ നമ്മൾ സംസ്കരിച്ചു, ഇനി സ്മാരകം വേറെ അടുത്ത് പറയുന്ന പറഞ്ഞു. അത് സ്ഥലം കൊടുക്കുന്നതെന്ന് അവർ പറഞ്ഞതായിട്ട് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത്തരം പെറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത്? അവര്
മനസ്സിലാവുന്നില്ല. ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് 2013 UPA സർക്കാർ ഈ സ്ഥലപരിമിതി ആ കാര്യം ഞാൻ കുറെ ചാനലിൽ കണ്ടു. അതിനുശേഷമല്ലേ വാജ്പേയിക്ക് സ്ഥലം അനുവദിച്ചത്? അല്ല, അതുപോലെ സ്മൃതി സ്ഥലിൽ അനുവദിക്കുകയായിരുന്നെങ്കിലും കോൺഗ്രസിന് അത് സ്വീകാര്യമായി. അല്ല, കോൺഗ്രസിന് ഞങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാല് ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഒരു കുടുംബം അത് ആവശ്യപ്പെട്ടത്. മൻമോഹൻ സിംഗിന്റെ സ്മരണ ഉയർത്തത്തക്കവണ്ണം അവിടെ സംസ്കാരവും അവിടെ ഒരു സ്മാരകവും. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് രാജ്ഘട്ടിന്റെ ആ ഭാഗത്ത് തന്നെ പ്രിഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശം വെക്കട്ടെ. ഇതായിരുന്നു രാജ്നാഥ് സിംഗിന്റെ അടുത്ത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഞാനും നേരിട്ട് സംസാരിച്ചു. രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സംസ്കരിക്കാമെന്ന നിർദ്ദേശവും സർക്കാർ സ്വീകരിച്ചില്ല എന്നത് ഞങ്ങൾ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമല്ല ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പറഞ്ഞത് രണ്ടും ഒരു സ്ഥലത്താവണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ ഞങ്ങൾ പറഞ്ഞ പ്രിഫറബിളി രാജ്ഘട്ടിന്റെ പ്രദേശങ്ങളിലാണ് നല്ലതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിന് തരാൻ തയ്യാറാകാത്ത അങ്ങേയറ്റത്തെ ഖേദകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതൊരു സംശയമില്ല. അർഹതപ്പെട്ട യാത്രയപ്പല്ല മൻമോഹൻ സിംഗ് നൽകിയിരിക്കുന്നത്. അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൻമോഹൻ സിംഗ് ജനഹൃദയങ്ങളിലുള്ളതല്ലോ. ലോകമെമ്പാടുമുള്ള ആളുകൾ മുമ്പിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ആ രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ നടന്നുള്ളതാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമീപനത്തെക്കുറിച്ചാണ് ഞങ്ങളുടെ പരാതി. അതിന് സംശയം.